നാരദമുനി ഒരിക്കൽ ശ്രീകൃഷ്ണനെ കാണാൻ ദ്വാരകപുരിയിലെത്തി. കൊട്ടാരക്കെട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ കണ്ടത് കൃഷ്ണന്റെ മടിയിൽ തല ചായ്ച്ച് കിടന്നുറങ്ങുന്ന അർജുനനെയാണ്. ഒരു കൈകൊണ്ട് ഭഗവാൻ വിശറി വീശി കൊടുക്കുന്നുമുണ്ട്. ഈ കാഴ്ച കണ്ട നാരദർക്ക് സഹിച്ചില്ല. കോപവും ഒപ്പം അർജുനനോട് അസൂയയും തോന്നി. ഭഗവാന്റെ മടിയിൽ തല വെച്ചുറങ്ങാൻ മാത്രം എന്ത് യോഗ്യതയാണ് അർജുനനുള്ളത്? മാത്രവുമല്ല, ഹേ കൃഷ്ണ എന്നേ അർജുനൻ വിളിക്കാറുള്ളൂ. സദാസമയവും നാരായണ മന്ത്രം ഉരുവിട്ടുകൊണ്ട് നടക്കുന്നവനാണ് ഞാൻ. ഈ അന്യായം കൃഷ്ണനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നാരദർ കൃഷ്ണന്റെ അടുത്തെത്തി. നാരദരെ കണ്ടതും ഭഗവാൻ ശബ്ദമുണ്ടാക്കല്ലേ എന്ന് ആംഗ്യം കാണിച്ചു. അർജുനന്റെ ഉറക്കത്തിന് തടസ്സം വരരുതല്ലോ. നാരദമുനി ഭഗവാന്റെ ചെവിയിൽ ചോദിച്ചു, ഇത് ന്യായമാണോ? എല്ലാം അറിയുന്ന കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് അർജുനന്റെ ജട കൈപ്പിടിയിലൊതുക്കി നാരദന്റെ ചെവിയോടടുപ്പിച്ചു. നാരദമുനി ഞെട്ടിപ്പോയി. അർജുനന്റെ തലമുടിയിൽ നിന്നും ഒന്നല്ല, നൂറല്ല, ആയിരമല്ല, കോടി നാരായണ മന്ത്രം പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അർജുനന്റെ ശരീരത്തിലെ ഓരോ രോമകണികയിൽ നിന്നും രാമായണ മന്ത്രപ്രവാഹം. നാരായണ ഹരിഹരി, നാരായണ ഹരിഹരി, ശ്രീനാരായണ ഹരിഹരി. തെറ്റ് മനസ്സിലാക്കി തിരിച്ചു പോകുമ്പോൾ നാരദമുനി അർജുനന്റെ പാദം തൊട്ട് വണങ്ങാനും മറന്നില്ല. ഓം പാർത്ഥസാരഥിയേ നമഃ.